Good morning all. Welcome to the Daily News Desk of Dakshina Learnings. Dakshina Learningsന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് നമ്മുടെ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. എന്താണ്? ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ, റൂറൽ ഇൻഫ്ലേഷൻ എസ്പെഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസസ് ടു 3.34%, ലോവസ്റ്റ് സിൻസ് 2019. നമ്മൾ CPIയുടെ ആ ഒരു കുറവ് നോക്കുവാണെങ്കിൽ CPI അറ്റ് 5.5 ഇയർ ലോ, കഴിഞ്ഞ 5.5 വർഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് ഇപ്പം CPI ഉള്ളത്. അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡ്രോപ്ഡ് ടു 3.34% ഇൻ മാർച്ച്, മെയിൻലി ഡ്യൂ ടു എ ഷാർപ്പ് ഡിക്ലൈൻ ഇൻ ഫുഡ് പ്രൈസസ്, എസ്പെഷ്യലി എന്തൊക്കെയാണ്? വെജിറ്റബിൾസ്, എഗ്സ്, പൾസസ് എക്സെട്ര. അതുപോലെ തന്നെ കൺസ്യൂമർ ഫുഡ് ഇൻഫ്ലേഷൻ ഹിറ്റ് എ 3 ഇയർ ലോ ഓഫ് 2.7%. ഇനി അർബൻ റൂറൽ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ആക്ച്വലി എന്താ സംഭവിച്ചേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റൂറൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്തു? കുറഞ്ഞു. അതേസമയം അർബൻ ഇൻഫ്ലേഷൻ നോക്കുവാണെങ്കിൽ ഒരു സ്ലൈറ്റ് ഇൻക്രീസ് ആണ് അർബൻ ഇൻഫ്ലേഷനിൽ ഉള്ളത്. റൂറൽ ഇൻഫ്ലേഷൻ ഫെൽ ഇൻ ടു 3.25%, അർബൻ ഇൻഫ്ലേഷൻ സ്ലൈറ്റ്ലി ഇൻക്രീസ് ടു 3.43%. ഇനി കേരളം നോക്കുവാണെങ്കിൽ കേരള റെക്കോർഡഡ് ദ ഹയസ്റ്റ് സ്റ്റേറ്റ് ലെവൽ ഇൻഫ്ലേഷൻ, അതായത് 6.6% ആണ് കേരളത്തിലെ ഇൻഫ്ലേഷൻ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് സ്റ്റേറ്റ്സിന് നോക്കുവാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഇൻഫ്ലേഷൻ ലെവൽ കേരളത്തിലാണ്. വൈൽ ഡൽഹി ആൻഡ് തെലങ്കാന ഹാഡ് ദ ലോവസ്റ്റ്. ഇനി പോളിസി റിലവൻസ് നോക്കുവാണെങ്കിൽ ഈസിംഗ് ഇൻഫ്ലേഷൻ സ്ട്രെങ്സ് the case for the RBI to maintain a growth supportive stance, with the experts expecting a possible 50 BPS rate cut, continue the accommodative monetary policy. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. RBI ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു മോണിറ്ററി പോളിസിയാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം കേരളത്തിന്റെയൊക്കെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കേരളത്തിൽ ഇനിയും എന്ത് ചെയ്യും? ഇൻഫ്ലേഷൻ ഹയർ ലെവൽസിലേക്ക് പോകും. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നാമത്തെയാണ് ഇൻഫ്ലേഷൻ ടൈപ്സ് നമ്മൾ നോക്കണം. കോസ്റ്റ് പ്രൈസ് ഇൻഡെക്സും അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും. കോസ്റ്റ് പ്രൈസ് ഇൻഡെക്സ് എന്താണ്? CPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷേഴ്സ് ദ ആവറേജ് ചേഞ്ച് ഇൻ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ്ഡ് ബൈ ഹൗസ് ഹോൾഡ്സ് ഫോർ ഫൈനൽ കൺസംഷൻ. അതായത് എൻഡ് കൺസംഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ CPI ഡിസൈഡ് ചെയ്യുന്നത്. റിഫ്ലക്ട്സ് ദ കോസ്റ്റ് ഓഫ് ലിവിംഗ്. നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്താണോ അത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സർവീസസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ CPIയിൽ നമ്മൾ എന്ത് ചെയ്യും? സർവീസസിനെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇനി WPI നോക്കുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് മെഷേഴ്സ് ദ ആവറേജ് ചേഞ്ച് ഇൻ പ്രൈസസ് ഓഫ് ഗുഡ്സ് അറ്റ് ഹോൾസെയിൽ ലെവൽ. അതായത് ഒരു ഹോൾസെയിൽ ലെവലിലാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഡ്യൂസറിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ്സ് നമ്മൾ നോക്കിക്കാണുന്നത്. ഓക്കെ, ഫോക്കസസ് ഓൺ പ്രൊഡ്യൂസർ പ്രൈസസ്, ഡസ് നോട്ട് ഇൻക്ലൂഡ് സർവീസസ്. ഇതിൽ നമ്മൾ എന്ത് ഇൻക്ലൂഡ് ആക്കില്ല? സർവീസസ് ഇൻക്ലൂഡ് ആക്കില്ല. CPIയിൽ നമ്മൾ സർവീസസ് ഇൻക്ലൂഡ് ആക്കും, ബട്ട് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ എന്ത് ചെയ്യില്ല? സർവീസസ് ഇൻക്ലൂഡ് ആക്കില്ല. ഇനി കീ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ CPI ട്രാക്സ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇമ്പാക്ടിങ് കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി, വൈൽ WPI ട്രാക്സ് ഇൻഫ്ലേഷൻ അറ്റ് ദ പ്രൊഡ്യൂസർ ഓർ ഹോൾസെയിൽ ലെവൽ. ഇനി ബേസ് ഇയർ എന്താണ്? അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കാൽക്കുലേഷൻ ഏജൻസീസ്. ഇത് നമ്മൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയിരിക്കണം. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ CPIയുടെ ബേസ് ഇയർ എന്താണ്? 2012 ആണ്. അതുപോലെ തന്നെ WPIയുടെ ബേസ് ഇയർ 2011-12 ആണ്. ഇനി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ദ കമ്പൈലേഷൻ ആൻഡ് റിലീസ് ഓഫ് CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ത്രൂ ഇറ്റ്സ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. NSO ആണ് എന്ത് ചെയ്യുന്നത്? ഇത് കമ്പൈൽ ചെയ്യുന്നത്. ഇനി WPI കമ്പൈൽ ചെയ്യുന്ന ആരാണ്? ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇവരാണ് റെസ്പോൺസിബിൾ ഫോർ കമ്പൈലേഷൻ ആൻഡ് റിലീസ് ഓഫ് ദ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി CMIE അതായത് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി ഈസ് എ പ്രൈവറ്റ് ഡേറ്റ പ്രൊവൈഡർ ആണ്. ഓൾസോ ട്രാക്സ് ഇൻഫ്ലേഷൻ ആൻഡ് അതർ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, ബട്ട് ഈസ് നോട്ട് ദ ഒഫീഷ്യൽ കാൽക്കുലേഷൻ ഏജൻസി ഫോർ CPI ഓർ WPI എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളത് കോമ്പോണൻസ് ഓഫ് CPI. CPIയുടെ കോമ്പോണൻസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടും വരുന്നത് എന്താണ്? ഫുഡ് ആൻഡ് ബീവറേജസ് ആണ്. ഇൻക്ലൂഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ വരും? സിറിയൽസ്, പൾസസ്, വെജിറ്റബിൾസ്,
fruits, milk, etc., and non-alcoholic beverages. This typically has the highest weight in the CPI basket in India. ഇനി ഹൗസിംഗ് വരും. ഹൗസിംഗ് എന്തൊക്കെയാണ്? ഇൻക്ലൂഡ്സ് rent or imputed rent for owner occupied houses, maintenance and related ചാർജസ്. പ്രധാനമായിട്ടും എന്താണ് ഇത് നമ്മൾ അർബൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹൗസിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത്. ഇനി ഫ്യൂവൽ ആൻഡ് ലൈറ്റ് ഇൻക്ലൂഡ്സ് ഐറ്റംസ് ലൈക്ക് ഇലക്ട്രിസിറ്റി, LPG, കെറോസിൻ ആൻഡ് അതർ ഹൗസ് ഹോൾഡ് ഫ്യൂവൽസ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളത് GS3 എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ട്രെൻഡ്സ് ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ മോണിറ്ററി പോളിസി. ഇനി RBI's റോൾ ഇൻ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അണ്ടർ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ്. ഇനി റൂറൽ വേഴ്സസ് അർബൻ ഇൻഫ്ലേഷൻ ഡൈവേർജൻസ് ആൻഡ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്നും നോക്കാനുള്ളത്. ഇനി അടുത്ത ന്യൂസ് നമ്മൾ റീസെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സുപ്രീം കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗവർണേഴ്സ് ബില്ലിന് അസന്റ് കൊടുക്കുന്നതിനൊരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുപ്രീം കോർട്ട് ഫിക്സസ് ടൈം ലിമിറ്റ് ഫോർ അസന്റ്. അതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എ പ്രൊക്ലമേഷൻ ഓഫ് ഡെമോക്രസി ഇൻ ലെജിസ്ലേറ്റീവ് പ്രോസസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് സുപ്രീം കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് ഈ ഒരു ഗവർണർ ബില്ലിന് അസന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ടൈം ലിമിറ്റ്സ് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ടൈം ലിമിറ്റ്സ്? ടു വിത്ത്ഹോൾഡ് അസന്റ് ബിൽ ഓർ ടു റിസർവ് ഇറ്റ് ടു പ്രസിഡന്റ് ആസ് പെർ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അഡ്വൈസ്. അതിന് 1 month ടൈമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് വൺ ടു വിത്ത്ഹോൾഡ് അസന്റ് ഓഫ് ബിൽ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അഡ്വൈസ്, അതും 3 months ആണ്. ഇനി ടു റിസർവ് ബിൽസ് ഫോർ പ്രസിഡന്റ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അഡ്വൈസ് 3 months. അതുപോലെ തന്നെ ടു ഗ്രാൻഡ് അസന്റ് ടു ബിൽ ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ റീ ഇനാക്ടഡ് ബൈ സ്റ്റേറ്റ് അസംബ്ലി എന്താണ് 1 month. അങ്ങനെയാണ് സുപ്രീം കോടതി ഇപ്പം ടൈം ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏതിലായിരുന്നു? സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണറാണ് സുപ്രീം കോടതി എന്ത് ചെയ്തത്? ഈ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവന്നിരുന്നത്. സുപ്രീം കോർട്ട് ഇൻവോക്ഡ് ആർട്ടിക്കിൾ 142 ടു ഫിക്സ് എ ടൈം ലിമിറ്റ് ഫോർ ഗവർണേഴ്സ് ആൻഡ് പ്രസിഡന്റ്സ് ടു ആക്ട് on state bills, asserting the delaying or withholding assent without reasons is unconstitutional. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡിസ്ക്രിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ജഡ്ജ്മെന്റിലൂടെ സുപ്രീം കോർട്ട് കർബ് ചെയ്യുന്നുണ്ട്. ദ കോർട്ട് റൂൾഡ് ദാറ്റ് ഗവർണേഴ്സ് ആൻഡ് ദ പ്രസിഡന്റ് ആർ നോട്ട് എബോവ് ദ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ഇൻ ദ ലെജിസ്ലേറ്റീവ് പ്രോസസ് ആൻഡ് cannot exercise unfettered discretion especially when it undermines the people's mandate. അതുപോലെ തന്നെ സ്ട്രെങ്തനിങ് ഫെഡറലിസം ആൻഡ് ലെജിസ്ലേറ്റീവ് സോവറൈനിറ്റി ബൈ ഇന്റർപ്രറ്റിംഗ് ആർട്ടിക്കിൾസ് 200 and 201 the judgment reinforces legislative supremacy at the state level and curtails central interference, marking a major assertion of federal values. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? ആർട്ടിക്കിൾ 142 ആണ്. ഈ ആർട്ടിക്കിൾ 142 എന്താണ് കൊടുക്കുന്നത്? ഗ്രാൻസ് ദ സുപ്രീം കോർട്ട് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ടു പാസ് എനി ഡിക്രി ഓർ ഓർഡർ നെസസറി ഫോർ ഡൂയിങ് complete justice in any matter pending before it. This power is often invoked to address situation where existing laws are insufficient. ഇനി ആർട്ടിക്കിൾ 200 അനുസരിച്ചിട്ട് ഗവർണേഴ്സ് പവർ റിഗാർഡിംഗ് ബിൽ, ഗവർണറിന് ഒരു ബില്ല് കൈവശം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് പാസ്സായി ഗവർണറുടെ ഡെസ്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗവർണറിന് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ സാധിക്കുമെന്നാണ് ആർട്ടിക്കിൾ 200 പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ഗീവ് അസെന്റ് ടു ദ ബിൽ, withhold assent, reserve the bill for the president's consideration, return the bill except a money bill for reconsideration by the legislature. ഇനി ആർട്ടിക്കിൾ 201 നോക്കുവാണെങ്കിൽ outlines the president's powers regarding bills reserved by the governor. പ്രസിഡന്റിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ആ ബില്ലിന് അസന്റ് കൊടുക്കാം, അതുപോലെ തന്നെ വിത്ത് അസന്റ്, അതുപോലെ തന്നെ ഡയറക്ട് ദ ഗവർണർ ടു റിട്ടേൺ ദ ബിൽ ഇഫ് ഇറ്റ്സ് നോട്ട് എ മണി ബിൽ ടു ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫോർ റീകൺസിഡറേഷൻ. ദ പ്രസിഡന്റ് ഈസ് നോട്ട് ബൗണ്ട് ടു ഗീവ് അസന്റ് ഈവൻ ഇഫ് ദ ബിൽ ഈസ് പാസ്ഡ് അഗെയിൻ ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇപ്പോൾ പ്രസിഡന്റ് റിട്ടേൺ ചെയ്ത ബില്ല് വീണ്ടും സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ് ചെയ്തു, അങ്ങനെ പാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് ആ ബില്ലിന് അസന്റ് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഇനി ഗവർണറിന്റെ പവേഴ്സും ഫംഗ്ഷൻസും നമ്മൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയിരിക്കണം. എക്സിക്യൂട്ടീവ് പവേഴ്സ് നോക്കണം, ലെജിസ്ലേറ്റീവ് പവേഴ്സ് നോക്കണം, അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി പവേഴ്സ് നോക്കണം. ഇതിൽ ഡിസ്ക്രിഷണറി പവേഴ്സ് ആക്ച്വലി എന്താണ്? ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള പവർ അല്ല. ഇപ്പം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസും കൂടെ എന്ത് ചെയ്യണം? ഗവർണർ കൺസിഡർ ചെയ്യണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നോക്കാനുള്ള മറ്റൊരു കാര്യം സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടാണ് ഓൺ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. മെയിൻ ആയിട്ട് എന്താണ്? ഫോക്കസ് ഓൺ കോഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. കമ്മീഷൻ എയിംഡ് ടു റിവ്യൂ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആൻഡ് റെക്കമെൻഡ് മെഷേഴ്സ് ടു സ്ട്രെങ്തൻ കോഓപ്പറേഷൻ ആൻഡ് ബാലൻസ് ഓഫ് പവർ ബിറ്റ്വീൻ
between the union and states. അതുപോലെ തന്നെ recommendation on governors role suggested that governors should be eminent persons from outside the state detached from local politics. Emphasized that Article 356 President's rule should be used sparingly as a last resort. അതുപോലെ തന്നെ strengthening interstate council recommended the establishment of a permanent interstate council under Article 263 to facilitate consultation and coordination between the center and the states on various issues. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളത് GS2 പൊളിറ്റി ആൻഡ് ഗവേണൻസിലെ ജുഡീഷ്യൽ ആക്ടിവിസം വേഴ്സസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അതുപോലെ തന്നെ ഫെഡറലിസം ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഡൈനാമിക്സ്. ഇനി റോൾ ഓഫ് ഗവർണർ ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി വേഴ്സസ് പൊളിറ്റിക്കൽ അപ്പോയിന്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ന്യൂസ് നമ്മുടെ ഇന്ത്യയുടെ നെറ്റ് സീറോ എമിഷൻ ടാർഗറ്റ് നമ്മൾ 2070 ഒക്കെ ആകുമ്പോഴത്തേക്കും നെറ്റ് സീറോ എക്കോണമി അല്ലെങ്കിൽ നെറ്റ് സീറോ എമിഷൻ നേഷൻ ആയിട്ട് മാറണം എന്നൊക്കെയാണ് ഇന്ത്യയുടെ ടാർഗറ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണ്. നോക്കുകയാണെങ്കിൽ ഇന്ത്യ റൈസിംഗ് പവർ ഡിമാൻഡ് ആൻഡ് ദ ഹൈഡ്രജൻ ഫാക്ടർ. ഇതിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എന്താണ്, ഒരു ഹൈഡ്രജൻ ഫാക്ടർ ഉണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ന്യൂസ് നമ്പർ നോക്കുകയാണെങ്കിൽ മാസീവ് ഇലക്ട്രിഫിക്കേഷൻ പ്ലസ് ഹൈഡ്രജൻ ഈസ് കീ ടു നെറ്റ് സീറോ എന്നാണ് പറയുന്നത്. അച്ചീവിംഗ് എ നെറ്റ് സീറോ എക്കോണമി റിക്വയർസ് ലാർജ് സ്കെയിൽ ഇലക്ട്രിഫിക്കേഷൻ ഓഫ് end users and industrial use of hydrogen as a clean substitute for fossil fuels. എക്സാമ്പിൾ എന്താണ്, സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ, അതുപോലെ തന്നെ ഫെർട്ടിലൈസ് സെക്ടേഴ്സിൽ, അങ്ങനെയൊക്കെ. ഇനി ന്യൂക്ലിയർ പവർ ആണെന്ത് ക്രൂഷ്യൽ ഫോർ ഇന്ത്യസ് ക്ലീൻ എനർജി മിക്സ്. ഇന്ത്യ എയിംസ് ടു റീച്ച് 100 gigawatt ന്യൂക്ലിയർ കപ്പാസിറ്റി ബൈ 2047. NPCIL ആണ് അഗ്രസീവ്ലി സെറ്റിംഗ് PHWRs and introducing Bharat small reactors to support growing clean energy demand. ഇപ്പൊ എന്താണ് ക്ലീൻ എനർജി ഡിമാൻഡ് ആക്ച്വലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ജസ്റ്റ് നമ്മുടെ റോഡ്സിലേക്കൊക്കെ നോക്കിയാൽ മതി. പണ്ട് ഫുൾ എന്താണ് നമുക്ക് പെട്രോൾ ഡീസലിലൊക്കെ ഓടുന്ന വണ്ടികളായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് നമുക്ക് കൂടുതലായിട്ടും ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഹൈഡ്രജൻ പ്ലസ് സ്റ്റോറേജ് സിനർജി നീഡഡ് ടു ബാലൻസ് intermittent solar wind without flexing costly nuclear plants, hydrogen production via surplus electricity and its integration with the storage systems is proposed. Also, redefining green hydrogen to low carbon hydrogen will allow inclusion of nuclear based hydrogen. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നോക്കാനുള്ളത്. ഒന്നാമത്തെയാണത് നമ്മുടെ നെറ്റ് സീറോ ടാർഗറ്റ്. ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് എത്രയാണ്, എമിഷൻസ് എന്തെങ്കിലും നെറ്റ് സീറോ എമിഷൻസ് ആക്കണം ബൈ എപ്പോഴാണ് 2070. ദിസ് മീൻസ് എന്താണ്, ബാലൻസിങ് ദ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ വിത്ത് ദ എമൗണ്ട് റിമൂവ്ഡ്, എയിമിംഗ് ഫോർ എ നെറ്റ് ബാലൻസ് ഓഫ് സീറോ. അതാണ് ഈ നെറ്റ് സീറോ എമിഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി PHWRs എന്താണ്, പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ്. ദീസ് ആർ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ദാറ്റ് യൂസ് നാച്ചുറൽ യുറാനിയം ആസ് ഫ്യൂവൽ ആൻഡ് ഹെവി വാട്ടർ as both moderator and coolant. India has significant expertise in PHWR technology and they form a major part of its current nuclear power capacity. ഇനി ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് എന്താണ്, these are indigenously designed small modular reactors being developed in India. SMRs are nuclear reactors with a capacity of up to 300 megawatt electrical per module, offering advantages like enhanced safety features, smaller footprint and deployment flexibility. ഇനി ഗ്രീൻ ഹൈഡ്രജൻ എന്താണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോളൈസിംഗ് വാട്ടർ യൂസിംഗ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ഫ്രം റിന്യൂവബിൾ എനർജി സോഴ്സസ് ലൈക്ക് എന്താണ് സോളാറും അതുപോലെ തന്നെ വിൻഡും. ഇറ്റ് ഹാസ് വിർച്വലി സീറോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് in its production. ഇനി ലോ കാർബൺ ഹൈഡ്രജൻ എന്താണ്, encompasses various methods of hydrogen production with significantly lower carbon emissions compared to conventional methods. എന്തൊക്കെയാണ്, like steam methane reforming without carbon capture. This includes blue hydrogen also എന്താണ്, produced from natural gas with carbon capture and storage, and pink hydrogen produced using nuclear energy. ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്നുള്ളൊരു എയിമിലേക്ക് പോകാതെ നമ്മൾ എന്ത് ചെയ്യണം, ലോ കാർബൺ ഹൈഡ്രജനിലേക്ക് പോകണം എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളതാണ് എന്ത്, ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജി ടാർഗറ്റ്സ്. നമ്മുടെ അംബീഷ്യസ് ഗോൾ ആണ് 100 gigawatts by 2047. ഇനി ഇതിന്റെ കറന്റ് സ്റ്റാറ്റസും എക്സ്പാൻഷൻ പ്ലാൻസും എന്തൊക്കെയാണ്. As of early 2025 ഇന്ത്യയുടെ ന്യൂക്ലിയർ കപ്പാസിറ്റി ഇന്ത്യ ഇൻസ്റ്റാൾഡ് എത്രയാണ്, 7 to 8 gigawatts ആണ്. അച്ചീവിംഗ് ദ 100 gigawatts ടാർഗറ്റ്സ് എന്താണ്, ആ ഒരു ടാർഗറ്റിലേക്ക് നമുക്ക് എന്താണ് എത്തണമെങ്കിൽ ഇനിയും എന്താണ് എക്സ്പെർട്ടൈസ് വേണം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സും ഇംപ്ലിമെന്റേഷനും ഇന്ത്യയിൽ നടക്കണം. ഇനി 3 stage ന്യൂക്ലിയർ പവർ പ്രോഗ്രാം എന്താണ്, ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യസ് ലോങ് ടൈം ന്യൂക്ലിയർ എനർജി സ്ട്രാറ്റജിയാണ് ബേസ്ഡ് ഓൺ എ 3 stage പ്രോഗ്രാം ഫോക്കസിംഗ് ഓൺ യൂട്ടിലൈസിംഗ് ഇറ്റ്സ് തോറിയം റിസോഴ്സ്. ദ ഫ്യൂച്ചർ സ്റ്റേജസ് ഇൻവോൾവ്സ് എന്താണ്, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് ആൻഡ് അഡ്വാൻസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് വിച്ച് ക്യാൻ യൂട്ടിലൈസ് തോറിയം. ഇതാണ്
ഇതാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു 3 സ്റ്റേജ് ന്യൂക്ലിയർ പവർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നാഷണൽ ഹൈഡ്രജൻ മിഷൻ ലോഞ്ച്ഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ടു മേക്ക് ഇന്ത്യ എ ഗ്ലോബൽ ഹബ് ഫോർ പ്രൊഡക്ഷൻ, യൂട്ടിലൈസേഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. ഇനി ഇലക്ട്രോലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ഡിവൈസസ് ദാറ്റ് യൂസ് ഇലക്ട്രിസിറ്റി ടു സ്പ്ലിറ്റ് വാട്ടർ ഇൻടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ത്രൂ എ പ്രോസസ് കോൾഡ് ഇലക്ട്രോളിസിസ്. They are crucial for the production of green hydrogen. Different types of electrolysis, കുറേ types of electrolysis ഉണ്ട്. ഏതൊക്കെയാണ്? Including alkaline electrolysis, polymer electrolyte membrane, അതുപോലെ തന്നെ സോളിഡ് ഓക്സൈഡ് ഇലക്ട്രോലൈസേഴ്സ്, ഈച്ച് വിത്ത് വേരിയിങ് എഫിഷ്യൻസീസ്, കോസ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള എന്തൊക്കെയാണ്? GS3 സസ്റ്റൈനബിൾ എനർജി ട്രാൻസിഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, റോൾ ഓഫ് ന്യൂക്ലിയർ പവർ ഇൻ ഇന്ത്യസ് എനർജി സെക്യൂരിറ്റി, ഹൈഡ്രജൻ എക്കോണമി ആൻഡ് ഇന്നോവേറ്റീവ് ഗ്രിഡ് ബാലൻസിങ് സൊല്യൂഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത എന്താണ്? The approach to regulating AI in India. ഇതിന്റെ ന്യൂസ് സമ്മറി നോക്കുവാണെങ്കിൽ ഗ്ലോബൽ AI ലോസും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫ്ലെക്സിബിൾ മോഡലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഗ്ലോബൽ AI ലോസ് വേഴ്സസ് ഇന്ത്യസ് ഫ്ലെക്സിബിൾ മോഡൽ. While countries like European Union, China and US have implemented or proposed specific AI regulations, India has no formal AI law approved national strategy, instead opting for flexible mission based approach via the India AI mission. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ ഒരു AI ഇൻഫ്ലുവൻസ് നമുക്ക് എല്ലാ മേഖലകളിലും കാണാൻ സാധിക്കും. നോർമലി എന്താണ്? ഡെവലപ്ഡ് നേഷൻസ് ഒക്കെ അവരുടേതായിട്ടുള്ള AI ലോസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു AI ലോ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഇനി എന്താണ് ഇതിന്റെ കൺസേൺസ്? ഇന്ത്യയുടെ കറന്റ് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺസ് എന്താണ്? അപ്രോച്ച് ലാക്സ് ക്ലിയർ accountability, public awareness and civic discourse on AI's ethical, privacy and societal implications, especially critical as AI adoption surges in sensitive sectors like health, finance and education. ഇനി നീഡ് ഫോർ പോളിസി ആൻഡ് പബ്ലിക് എൻഗേജ്മെന്റ്. എന്താണ് ഇന്ത്യ പോളിസി ഫോർമുലേഷനിൽ ചെയ്യേണ്ടത്? ഫോർമുലേറ്റ് എ ഫോർമൽ AI പോളിസി ഔട്ട്ലൈനിങ്. എന്താണ്? വിഷൻ, ഇംപ്ലിമെന്റേഷൻ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് സെക്ടറൽ പ്രയോറിറ്റീസ് ടേക്കിംഗ് ക്യൂസ് ഫ്രം ദ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്നു DPDP ആക്ടിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആൻഡ് ഗ്ലോബൽ AI ഗവേണൻസ് മോഡൽ. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇന്ത്യ എന്ത് ചെയ്യണം? ഒരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നാമത്തെയാണ് ഇന്ത്യ AI മിഷൻ ലോഞ്ച്ഡ് ടു എസ്റ്റാബ്ലിഷ് ഇന്ത്യ ആസ് എ ഗ്ലോബൽ ഹബ് ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫോക്കസസ് ഓൺ ബിൽഡിംഗ് കമ്പ്യൂട്ട് കപ്പാസിറ്റി, അതുപോലെ തന്നെ ഫോസ്റ്ററിംഗ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഡെവലപ്പിംഗ് AI ആപ്ലിക്കേഷൻസ് ഇൻ കീ സെക്ടേഴ്സ്, അതുപോലെ തന്നെ അഡ്രസ്സിംഗ് എത്തിക്കൽ ആൻഡ് സൊസൈറ്റൽ ഇംപ്ലിക്കേഷൻസ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023. ഓക്കെ, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൺസെന്റ് ബേസ്ഡ് പ്രോസസിംഗ് ഓഫ് പേഴ്സണൽ ഡേറ്റ, അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് ഡേറ്റ പ്രിൻസിപ്പൽസ്, ഒബ്ലിഗേഷൻസ് ഓഫ് ഡേറ്റ ഫിഡ്യൂഷ്യറീസ്, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ്. ഇനി നിതി ആയോഗ് 2018 AI സ്ട്രാറ്റജി, നാഷണൽ സ്ട്രാറ്റജി ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഔട്ട്ലൈൻഡ് ഇന്ത്യസ് വിഷൻ ഓഫ് AI ഡെവലപ്മെന്റ് ആൻഡ് അഡാപ്റ്റേഷൻ. ഇതിന്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫോക്കസ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, പ്രൊമോട്ടിംഗ് അഡോപ്ഷൻ ഇൻ കീ സെക്ടേഴ്സ് ലൈക്ക് ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, സ്മാർട്ട് സിറ്റീസ് എക്സെട്ര, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് എ സ്കിൽഡ് വർക്ക് ഫോഴ്സ്, അഡ്രസ്സിംഗ് എത്തിക്കൽ, ലീഗൽ ആൻഡ് സൊസൈറ്റൽ ഇംപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷിംഗ് എ നാഷണൽ AI പ്ലാറ്റ്ഫോം. ഇത്രയും കാര്യങ്ങളാണ് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഉള്ളത്. അതുപോലെ തന്നെ എന്താണ്? യൂറോപ്യൻ യൂണിയന്റെ AI ആക്ട് കോംപ്രഹെൻസീവ് ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. കാറ്റഗറൈസസ് AI സിസ്റ്റംസ് ബേസ്ഡ് ഓൺ റിസ്ക് ലെവൽസ്, അൺഅക്സെപ്റ്റബിൾ, ഹൈ, ലിമിറ്റഡ്, മിനിമൽ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? AIയുടെ റിസ്ക് ലെവൽസിനെ അവർ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇമ്പോസസ് സ്ട്രിൻജന്റ് റിക്വയർമെന്റ്സ് ഫോർ ഹൈ റിസ്ക് AI ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഹ്യൂമൻ ഓവർസൈറ്റ്. ഇറ്റ് ഓൾസോ പ്രോഹിബിറ്റ്സ് അൺഅക്സെപ്റ്റബിൾ AI പ്രാക്ടീസസ്. ഇതൊക്കെയാണ് യൂറോപ്യൻ യൂണിയന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ടിൽ പറയുന്നത്. ഇനി ചൈനയുടെ AI ലോ എന്താണ്? ഫോക്കസ് ഓൺ ബോത്ത് പ്രൊമോട്ടിംഗ് AI ഡെവലപ്മെന്റ് ആൻഡ് മാനേജിംഗ് ഇറ്റ്സ് റിസ്ക്. റെഗുലേഷൻ അഡ്രസ്സസ് ഏരിയാസ് ലൈക്ക് അൽഗോരിതം റെക്കമെൻഡേഷൻസ്, ഡീപ് സിന്തസിസ് ടെക്നോളജി ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻസ്. ഇനി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഗീവ് എംഫസൈസസ് ഓൺ സ്റ്റേറ്റ് കൺട്രോൾ ആൻഡ് ഡേറ്റ സെക്യൂരിറ്റി. ഇനി യുഎസിന്റെ അപ്രോച്ചും കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Characterized by a more sector specific and less centralized approach compared to the European Union, focuses on issuing guidelines and executive orders to promote responsible AI innovation and addresses specific risks, particularly in areas like
ബയാസ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. എംഫസിസ് ഏതിലേക്കാണ്? മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് ഇൻവോൾവിംഗ് ഗവൺമെന്റ്, ഇൻഡസ്ട്രി ആൻഡ് അക്കാഡമിയ. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള എന്താണ്? GS പേപ്പർ 2 ഗവേണൻസ്, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റിയിൽ റെഗുലേറ്ററി ഗ്യാപ്സ് ഇൻ AI ഗവേണൻസ്, ചലഞ്ചസ് ഓഫ് ടെക്നോളജി പോളിസി ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ റോൾ ഓഫ് പബ്ലിക് ഡിസ്കോഴ്സ് ആൻഡ് സിവിൽ സൊസൈറ്റി ഇൻ എത്തിക്കൽ ടെക് ഡിപ്ലോയ്മെന്റ്. ഇനി GS 3 നോക്കുവാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എത്തിക്കൽ കൺസേൺസ്, സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് എമർജിംഗ് ടെക് ലൈക്ക് AI. ഇനി കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ഗ്ലോബൽ AI റെഗുലേറ്ററി മോഡൽസ് ആൻഡ് ഇന്ത്യസ് പൊട്ടൻഷ്യൽ റോഡ് മാപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസിൽ നിന്നും പഠിക്കാനുള്ളത്. ഇനി അടുത്ത ന്യൂസ് നമ്മുടെ ഫോർമൽ ആയിട്ടുള്ള മാനുഫാക്ചറിംഗിലെ വുമൺ പാർട്ടിസിപ്പേഷനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ ഈ ഫോർമൽ മാനുഫാക്ചറിംഗ് സെക്ടറിലെ വിമൻ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതിനെക്കുറിച്ചാണ് ന്യൂസ് വന്നിരിക്കുന്നത്. വൈ ആർ വിമൻ മിസ്സിംഗ് ഫ്രം ദ ഫാക്ടറി ഫ്ലോർസ്? ലോ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഫോർമൽ മാനുഫാക്ചറിംഗ് ആണ്. വുമൺ മേക്കപ്പ് ഓൺലി 18.9% ഓഫ് ഇന്ത്യസ് ഫോർമൽ മാനുഫാക്ചറിംഗ് വർക്ക് ഫോഴ്സ്, ഡൗൺ ഫ്രം 20.9% in 2015-16, with Tamil Nadu alone employing 41% of these women. In contrast, 43% of informal manufacturing workers are women, highlighting that women are active but largely stuck in low paying informal jobs. ഇതിന്റെ റീജിയണൽ ആൻഡ് സെക്ടറൽ സ്ക്യൂ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 5 states dominate formal female employment in manufacturing. Most women are concentrated in textiles, apparel and food processing, both in formal and informal sectors, leading to a lack of sectoral diversification. States നോക്കുകയാണെങ്കിൽ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, ഹരിയാന ഷോ ദ ഹയസ്റ്റ് ജെൻഡർ ഗ്യാപ്സ്. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ, അതുപോലെ തന്നെ വിമണ്ണെ നമ്മൾ ഈ ഒരു ഫോർമൽ മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇന്റർവെൻഷൻസ് ആണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെയാണ് എന്ത്? അപ്സ്കില്ലിംഗ് വിമൻസിന്റെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ എൻകറേജിങ് ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ എൻഷുറിങ് വർക്ക് പ്ലേസ് സേഫ്റ്റി, പിന്നെ ഡൈവേഴ്സിഫൈയിങ് ഇൻഡസ്ട്രീസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പെർട്ടൈസിലൂടെ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള മാനേജ്മെന്റിലൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഈ ഒരു വുമൺ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നെന്താണ്? തോഴി സ്കീം. വൈൽ ദ തോഴി സ്കീം മൈറ്റ് നോട്ട് ബി വൈഡ്ലി നോൺ നാഷണൽ ലെവൽ സ്കീം, ഇറ്റ് ലൈക്ലി പ്രിഫേഴ്സ് ടു എ സ്റ്റേറ്റ് സ്പെസിഫിക് ഓർ സ്മോളർ ഇനിഷ്യേറ്റീവ് ഫോക്കസ് ഓൺ വുമൺ പോസിബിളി റിലേറ്റഡ് ടു സ്കിൽ ഡെവലപ്മെന്റ്, എന്റർപ്രണർഷിപ്പ് ഓർ support networks. Without more specific information about this scheme, it's challenging to provide detailed points. It's important to note that various states in India have schemes targeting women's empowerment with different names and objectives. ഇനി എക്സാമ്പിൾസ് ഓഫ് പ്രോമിനന്റ് നാഷണൽ ഇനീഷ്യേറ്റീവ്, നാഷണൽ ലെവലിൽ എന്തൊക്കെയാണ് ഈ ഒരു വുമൺ എംപവർമെന്റിന് വേണ്ടി, അതായത് ഫോർമൽ മാനുഫാക്ചറിംഗ് സെക്ടറിലെ വുമൺ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് പ്രധാനമന്ത്രി മഹിളാ ശക്തി കേന്ദ്ര സ്കീംസ്, എയിംസ് ടു എംപവർ റൂറൽ വുമൺ ത്രൂ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അടുത്തത് മഹിള ഇ ഹാത്ത് ആണ്, ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ടു സപ്പോർട്ട് വിമൻ ഓണ്ടർപ്രൂണിയേഴ്സ്. ഇനി അടുത്ത എന്താണ്? സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, എൻകറേജ് ഓണ്ടർപ്രൂണിയർഷിപ്പ് എമംഗ് വിമൻ ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സ് by facilitating bank loans. അടുത്തത് ലാഖ്പതി ദീദി സ്കീം, എയിംസ് ടു എംപവർ വുമൻ ഇൻ SSG ഗ്രൂപ്പ്സ് ടു ഏൺ എ സസ്റ്റൈനബിൾ ഇൻകം. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ആ ഒരു ജെൻഡർ ഗ്യാപ്പിനെ ഇല്ലാതാക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ വിമണിനെ ഒരു ഫോർമൽ മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള എന്താണ്? GS 1 സൊസൈറ്റിയിലെ ജെൻഡർ ഇനിക്വാളിറ്റി ഇൻ എംപ്ലോയ്മെന്റ്, അതുപോലെ വുമൻസ് എംപവർമെന്റ് ത്രൂ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. GS 3 എക്കോണമിയിൽ റോൾ ഓഫ് മാനുഫാക്ചറിംഗ് ഇൻ വികസിത് ഭാരത്, അതുപോലെ തന്നെ ഇൻഫോർമലൈസേഷൻ ഓഫ് ലേബർ ആൻഡ് ജെൻഡർ ഡിസ്പാരിറ്റി. ഇനി നീഡ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ ആൻഡ് സേഫ് വർക്ക് എൻവയോൺമെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി മറ്റൊരു ന്യൂസിലേക്ക് നമുക്ക് പോകാം. എന്താണ്? ആർ ബർത്ത് ഡെത്ത്സ് ബീങ് പ്രോപ്പർലി രജിസ്റ്റേർഡ്. ഇതിന്റെ ഒരു ന്യൂസ് സമറി നമ്മൾ നോക്കുവാണെങ്കിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വാണിംഗ് തന്നിട്ടുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? March 17 സർക്കുലർ urged hospitals to report births and deaths within 21 days as 10% of such events remain unregistered despite mandatory registration under the amended Registration of Births and Deaths Act 1969, effective from October 1, 2023. No complaints can attract penalties. അതായത് ബർത്ത്സിന്റെയും ഡെത്ത്സിന്റെയും രജിസ്ട്രേഷൻ ഇന്ത്യയിൽ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് ആക്ടിൽ എന്ത് ചെയ്തത്? അമെൻമെന്റ് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോഴും എന്ത് സംഭവിക്കുന്നില്ല? ശരിയായ രീതിയിലുള്ള രജിസ്ട്രേഷൻ ഈ രണ്ട് കാര്യങ്ങളിലും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ ജനറൽ എന്ത് ചെയ്തിട്ടുണ്ട്? റീസെന്റ് ആയിട്ട് ഒരു വാണിംഗ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി ഡീറ്റലൈസേഷൻ ആൻഡ് സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ്. ഓൾ രജിസ്ട്രേഷൻ
are now to be done through civil registration systems portal. ഒരു പോർട്ടൽ ഉണ്ട് സിവിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, അതിലൂടെയാണ് ചെയ്യേണ്ടത്. മേക്കിംഗ് ഡിജിറ്റൽ ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സോൾ വാലിഡ് ഡോക്യുമെന്റ് ഫോർ accessing services like education, jobs and voter rolls. Data also feeds into national population register and may impact future census and NRC. ഇനി ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്സും അതുപോലെ തന്നെ ഗ്യാപ്സ് ഇൻ ഡേറ്റ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കൺസേൺസ് ഇൻക്ലൂഡ് ഹോസ്പിറ്റൽസ് വെയിറ്റിംഗ് ഫോർ ഫാമിലീസ് ടു ഇനീഷ്യേറ്റ് രജിസ്ട്രേഷൻ, ഡിലേസ് ഇൻ ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മിസ്സിംഗ് നാഷണൽ ലെവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്സ് സിൻസ് 2020 which are critical for public health planning and social sector policy formulation. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്. ഒന്നാമത്തെയാണത് RBD Act 1969. എന്താണ് ദ ഒറിജിനൽ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ് ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ കമ്പൽസറി രജിസ്ട്രേഷൻ ഫോർ ബർത്ത് ആൻഡ് ഡെത്ത്സ് അക്രോസ് ഇന്ത്യ എയിമിംഗ് ഫോർ യൂണിഫോമിറ്റി ആൻഡ് കമ്പൈലേഷൻ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിന്റെ അമെന്റ്മെന്റ് ആയിരുന്നു 2023. അതിൽ കൊണ്ടുവന്ന കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ ഡേറ്റാബേസ് ഓഫ് രജിസ്റ്റേർഡ് ബർത്ത് ആൻഡ് ഡെത്ത്സ്, മേക്കിംഗ് ഇറ്റ് ഒബ്ലിഗേറ്ററി ഫോർ സ്റ്റേറ്റ് രജിസ്ട്രാർ ടു ഷെയർ ഡേറ്റ. അടുത്തത് എനേബിളിംഗ് ദ ഇഷ്യൂവൻസ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇലക്ട്രോണിക്കലി. അതുപോലെ തന്നെ മാൻഡേറ്റിംഗ് ദ പ്രൊവിഷൻ ഓഫ് ആധാർ നമ്പേഴ്സ് ഓഫ് പേരൻസ് ആൻഡ് ദ ഇൻഫോർമന്റ് അറ്റ് ദ ടൈം ഓഫ് birth registration, allowing the national database to be shared with authorities maintaining databases related to population registers, electoral rolls, ration cards and other notified national databases. ഇനി making the birth certificate the primary document for proving date and place of birth for individuals born after the act comes into effect for various purposes like school admission, voter registration, etc. ഇനി civil registry system നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിഫൈഡ് റെക്കോർഡിംഗ് ആണ് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. ഇൻ ഇന്ത്യ ഈസ് എ യൂണിഫൈഡ് കണ്ടിന്യൂസ് permanent compulsory and universal process of recording vital events. ഏതൊക്കെയാണ്? ബർത്ത്, ഡെത്ത്സ്, സ്റ്റിൽ ബർത്ത് ആൻഡ് their characteristics. ഇനി ലീഗൽ ബേസിസ് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റ്സ് അണ്ടർ ദ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ് ആക്ട് ഓഫ് 1969. ഇനി ഇമ്പോർട്ടൻസ് ഫോർ പ്ലാനിങ് എന്തൊക്കെയാണ്? ഇത് പ്ലാനിങ്ങിൽ ഈ ഒരു സിവിൽ രജിസ്ട്രേഷനുള്ള ഇമ്പോർട്ടൻസ്. ഡേറ്റ ജനറേറ്റഡ് ത്രൂ CRS ഈസ് ക്രൂഷ്യൽ ഫോർ സോഷ്യോ എക്കണോമിക് പ്ലാനിങ്, policy formulation and creation of legal documents that establish civil rights. The system is being increasingly detailed for better efficiency and accessibility. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നോക്കാനുള്ള മറ്റൊരു കാര്യമാണ് NPR as a resident database. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്താണ്? ഡേറ്റാബേസ് കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ യൂഷ്വൽ റെസിഡൻസ് ഓഫ് ഇന്ത്യ. അത് പ്രിപ്പയർ ചെയ്യുന്നവരാണ് പ്രിപ്പയർഡ് ഡ്യൂറിംഗ് ദ ഹൗസ് ലിസ്റ്റിംഗ് ഫേസ് ഓഫ് ദ സെൻസസ്. ഇനി സെൻസസ് ഫോർ സോഷ്യോ എക്കണോമിക് ഡേറ്റ നോക്കുകയാണെങ്കിൽ ദ സെൻസസ് ഈസ് എ ഡിസെന്നിയൽ എന്യൂമറേഷൻ ഓഫ് ദ കൺട്രീസ് പോപ്പുലേഷൻ കളക്ടിംഗ് ഡീറ്റെയിൽഡ് ഡെമോഗ്രഫിക് ആൻഡ് സോഷ്യൽ എക്കണോമിക് ഡേറ്റ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്. ഇറ്റ് ഈസ് ലീഗലി ബാക്ഡ് ബൈ സെൻസസ് ആക്ട് 1948. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളത് ഒന്ന് GS2 ഗവേണൻസിൽ ഡീറ്റെയിൽ ഗവേണൻസ്, ഇന്റർസ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേഷൻ ആൻഡ് സിറ്റിസൺ സർവീസസ്. ഇനി GS3 എക്കോണമിയിൽ ഡേറ്റ ഫോർ സോഷ്യോ എക്കണോമിക് പ്ലാനിംഗ്, പോപ്പുലേഷൻ ഡേറ്റാബേസസ്. GS1 സൊസൈറ്റിയിൽ ബർത്ത്, ഡെത്ത് ആൻഡ് ഡേറ്റ ട്രെൻഡ്സ്, അതുപോലെ തന്നെ ഇമ്പാക്ട് ഓൺ ഡെമോഗ്രഫിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ന്യൂസ് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അണ്ടർ വാട്ടർ ഹെവി വെയിറ്റ് മാന്റിസ് ഷ്രിംപ് ഓൾസോ പാക്സ് എ നാച്ചുറൽ എനർജി ഷീൽഡ്. ആ ഒരു എനർജി ഷീൽഡിനെ കുറിച്ചിട്ടാണ്. ആ എനർജി ഷീൽഡ് എന്താണ്? ഫോണോണിക് ഷീൽഡിംഗ് ആണ്. ഈ ഒരു ഫോണോണിക് ഷീൽഡിംഗ് ആണ് ഈ മാന്റിസ് ഷ്രിംപ് ഒരു സ്ട്രൈക്ക് മെക്കാനിസം ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഫോണോണിക് ഷീൽഡിംഗ് എന്താണ്? കൺട്രോളിംഗ് സൗണ്ട് ആൻഡ് വൈബ്രേഷൻസ്. ഫോണോണിക് ഷീൽഡിംഗ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് സ്പെഷ്യലി ഡിസൈൻഡ് മെറ്റീരിയൽസ് ഓർ സ്ട്രക്ചേഴ്സ് ടു ബ്ലോക്ക്, റീഡയറക്ട് ഓർ അബ്സോർബ് സൗണ്ട് വേവ്സ് ആൻഡ് മെക്കാനിക്കൽ വൈബ്രേഷൻസ്. ഇനി ഫോണോണിക് ക്രിസ്റ്റൽസ് ആൻഡ് മെറ്റാ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ അച്ചീവ്ഡ് യൂസിങ് ഫോണോണിക് ക്രിസ്റ്റൽസ് ഓർ അക്കോസ്റ്റിക് മെറ്റാ മെറ്റീരിയൽസ്. എന്താണ്? എഞ്ചിനീയർ മെറ്റീരിയൽസ് വിത്ത് പ്രോപ്പർട്ടീസ് നോട്ട് ഫൗണ്ട് ഇൻ നേച്ചർ. ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നോയ്സ് റിഡക്ഷൻ ഇൻ മെഷീനറി, ബിൽഡിംഗ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, വൈബ്രേഷൻ ഐസൊലേഷൻ ഫോർ സെൻസിറ്റീവ് എക്യുപ്മെന്റ്, ഡെവലപ്മെന്റ് ഓഫ് അക്കോസ്റ്റിക് ഫിൽറ്റേഴ്സ് ആൻഡ് വേവ് ഗൈഡ്സ്. ഇനി എന്താണ് മെറ്റാ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? എഞ്ചിനീയർ പ്രോപ്പർട്ടീസ് ആണ്. മെറ്റാ മെറ്റീരിയൽസിന്റെ എഞ്ചിനീയർ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ മെറ്റാ മെറ്റീരിയൽസ് ആർ ആർട്ടിഫിഷ്യലി സ്ട്രക്ചേർഡ് മെറ്റീരിയൽസ് engineered to exhibit properties not found in naturally occurring substances. These properties arise from the designed microstructures rather than their chemical composition. In beyond conventional materials, they can manipulate electromagnetic waves leading to clocking devices, perfect lenses, sound waves, അതുപോലെ തന്നെ acoustic metamaterials for shielding and focusing, and mechanical waves, metamaterials with negative stiffness. Diverse applications ആണുള്ളത് ഈ metamaterialsന്. Potentially എന്താണ്? Optics, telecommunication, acoustics, sensing, energy harvesting and structural engineering. ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു metamaterialsനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള മറ്റൊരു
പോയിന്റ് ആണ് എന്ത് ബയോ മിമിക്രി. എന്താണ് ബയോ മിമിക്രി? നേച്ചർ ഇൻസ്പയർഡ് ഇന്നോവേഷൻ ആണ്. ബയോ മിമിക്രി ഈസ് ആൻ അപ്രോച്ച് ടു ഇന്നോവേഷൻ ദാറ്റ് സീക്സ് സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ബൈ എമുലേറ്റിംഗ് നേച്ചേഴ്സ് ടൈം ടെസ്റ്റഡ് പാറ്റേൺ ആൻഡ് സ്ട്രാറ്റജീസ്. ഇതെന്താണ്? ഇറ്റ് ഈസ് എ ലേണിംഗ് ഫ്രം ബയോളജിക്കൽ സിസ്റ്റംസ് ആണ്. It involves studying from biological organisms and ecosystems, solve problems and then applying these principles to engineering, design and technology. ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽക്രോ ഇൻസ്പയർഡ് ബൈ ബർഡ്സ്, aerodynamic designs and are based on bird wings, self-healing materials, mimicking biological repairing പ്രോസസ്സസ്, അതുപോലെ തന്നെ എഫിഷ്യന്റ് വെന്റിലേഷൻ സിസ്റ്റംസ് ഇൻസ്പയർഡ് ബൈ ടെർമൈറ്റ് മൗണ്ട്സ്. ഇനി മാൻഡിസ് റിംബ് എന്താണ്? ആസ് എ യൂണിക് സ്പീഷ്യസ്, എക്സെപ്ഷണൽ വിഷൻ ആണ് ഈ മാൻഡിസ് റിംബിനുള്ളത്. പോസസസ് ദ മോസ്റ്റ് കോംപ്ലക്സ് വിഷ്വൽ സിസ്റ്റം നോൺ ഇൻ ദ ആനിമൽ കിങ്ഡം വിത്ത് 12 to 16 ഫോട്ടോ റിസെപ്റ്റർ ടൈപ്സ് കമ്പയർഡ് ടു ഹ്യൂമൻസ് 3. ദ എബിലിറ്റി ടു സീ പോളറൈസ്ഡ് ലൈറ്റ്, പൊട്ടൻഷ്യലി ഹൈപ്പർ സ്പെക്ട്രൽ വിഷൻ ആണ്. അതുപോലെ തന്നെ പവർഫുൾ സ്ട്രൈക്ക് ആണ് ഇതിന്റെ. സം സ്പീഷീസ് ഹാവ് ഇൻക്രെഡിബിളി ഫാസ്റ്റ് ആൻഡ് ഫോഴ്സ്ഫുൾ raptorial appendages used to smash or spear prey with acceleration comparable to a .22 caliber bullet. അതുപോലെ തന്നെ diverse morphology and behavior exhibit a wide range of color, size and hunting strategies found in various marine habitats and plays significant roles in their ecosystems and predators. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളത് GS3 സയൻസ് ആൻഡ് ടെക്കില് application of biological systems in material science and biomechanics. അതുപോലെ തന്നെ GS3 എൻവയോൺമെന്റില് ബയോഡൈവേഴ്സിറ്റി ആൻഡ് അഡാപ്റ്റേഷൻസ്, GS3 സെക്യൂരിറ്റിയില് ടെക് ഫോർ സോൾജിയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഇഞ്ചുറി റിഡക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്ക് അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നാളെ കാണാം. ഗുഡ് ബൈ.